എവിടെ മുസ്ലിം ഉണ്ടോ അവിടെ വിജയമുണ്ട്, എവിടെ ഹിന്ദു ഉണ്ടോ അവിടെ വിജയമുണ്ട്, എവിടെ ക്രിസ്ത്യാനി ഉണ്ടോ അവിടെ വിജയമുണ്ട്, എവിടെ നിരീശ്വരവാദി ഉണ്ടോ അവിടെ വിജയമുണ്ട് എന്നല്ല പറഞ്ഞു. എവിടെ സത്യമുണ്ടോ അവിടെ വിജയമുണ്ട്. നമ്മുടെ ഹൈക്കോടതി, എറണാകുളത്ത് ഹൈക്കോടതിയുടെ ആർച്ചിൽ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു സംസ്കൃത വാചകമാണ്, സത്യമേവ ജയതേ. അർത്ഥം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സത്യമേ ജയിക്കാവൂ. സത്യം മാത്രമാണ് ജയിക്കേണ്ടത്. അസത്യം എത്ര മനോഹരമായി അവതരിപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, അത് അസത്യമാണ്. ഏതൊരു കുറ്റവാളിയെയും രക്ഷപ്പെടുത്താൻ അതിവിദഗ്ധമായി ഒരു വക്കീല് വാദിച്ചാൽ, ആ വാദം സോളിഡ് എവിഡൻസ് കൊണ്ട് അയാൾ തെളിയിച്ചാലും അസത്യത്തിന് തെളിവുണ്ടാക്കിയാൽ അസത്യം സത്യമാവുകയില്ല ലോകത്ത് ഒരിക്കലും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്വതന്ത്രമായ ചില അഭിപ്രായങ്ങൾ, മതരംഗത്ത് അടിച്ചേൽപ്പിക്കലുകൾ ഒരിക്കലുമില്ല. ഒരാളെ മേലും ഒരു മതവും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഒരു മതവും. അതാണ് മതത്തിന്റെ എല്ലാ ദർശനങ്ങളും. അതാണ്. രണ്ട് വികാരം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, എനിക്കൊരു ദുഃഖമാണ്. രണ്ട്, എനിക്ക് അനൽപമായ ചാരിതാർത്ഥ്യവും സന്തോഷവുമാണ്. ഈ രണ്ട് വികാരങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതോടുകൂടെ എൻ്റെ വിഷയം പൂർത്തിയാവും. പരിമിതമായ സമയമാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സമയപരിധിയെ ഡമോക്ലസിന്റെ വാള് തലയിൽ തൂങ്ങുന്നതുപോലെ കണ്ടുകൊണ്ട് ആറ്റിക്കുറുക്കി അളന്ന് ക്ലിപ്തപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ ഒരു പാൽപ്പായസം വിളമ്പുന്ന പോലെ നിങ്ങൾക്കതെത്ര ഹൃദ്യമാകും എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ടെങ്കിലും അത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടൗണിലൂടെ, ഹൈവേയിലൂടെ ഒരു വാഹനം പോവുകയാണ് കഴിഞ്ഞ ദിവസം. ഞാൻ ഈ കൊല്ലത്ത് ഒരു പ്രഭാഷണത്തിന് വന്നപ്പോഴാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു ആൾട്ടോ മാരുതി കാറിന്റെ ബാക്കിലെ ഡോറ് അടയ്ക്കാതെ എന്ന് ചാരി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പൂർണ്ണമായി അടഞ്ഞിട്ടില്ല. 4 സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ. അപ്പൊ നമ്മുടെ വാഹനം ഇങ്ങനെ കടന്നു പോയപ്പോ, അവര് മുന്നിൽ കടന്നു പോയപ്പോ ഞാൻ പറഞ്ഞു, ഏടാ ആ ഡോർ അടച്ചിട്ടില്ലല്ലോ, സ്ത്രീകളാണ് അവിടെ ഇരിക്കുന്നത്, എന്തു സംഭവിക്കാം, ഒന്ന് വേഗം വിടാൻ പറഞ്ഞു. ഈ ഒരു വികാരം എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുന്ന വലിയൊരു വികാരമാണ്. ഒരു ഡോർ അടഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ ജാതിയും മതവും നോക്കാതെ വാഹനത്തിന്റെ ഡോർ അടഞ്ഞിട്ടില്ല എന്നൊരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യും. ഒരു പക്ഷേ നമ്മളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു പോകുന്ന ഒരു കൊട്ടേഷൻ പാർട്ടി ആയിരിക്കും അത്. പക്ഷെ അപ്പോൾ പോലും നമ്മൾ സൈഡ് ഡോർ ലോക്ക് ചെയ്യാതെ പോയാൽ നമ്മളത് പറയും. ഒരു ഫാമിലി സൈഡ് സ്റ്റാൻഡ് തട്ടാതെ 2 വീലർ ഓടിച്ചു പോകുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, അപകടം എന്ന് പറയാം. അവിടെ ജാതിയില്ല, മതമില്ല, ദേശമില്ല, ഭാഷയില്ല, മനുഷ്യൻ, അവൻ അപകടം പറ്റുന്നു എന്നതാണ് നമ്മുടെ വികാരം. തൊട്ട അയൽപ്പക്കത്തെ ബാബേട്ടന്റെ ഭാര്യയ്ക്ക് സ്റ്റൗ പൊട്ടി തീ പിടിച്ചാൽ ഞാൻ ഓടിച്ചെന്ന് വാഹനമെടുത്ത് അവരെ അതിൽ കയറ്റി വളരെ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടെ മാധവേട്ടന് ഹിന്ദു ആണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ BJP ആണെന്നോ ഒന്നും ചിന്തിക്കാതെ ആ സ്ത്രീയെ പൊള്ളലേറ്റ, കാലിന് പൊള്ളലേറ്റ, ഗുരുതരമായ പൊള്ളലൊന്നുമില്ല എങ്കിലും ചീറിപ്പാഞ്ഞ് ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. എന്നെ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണ്? അഗ്നിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള വികാരത്തെക്കാൾ ഉപരി മാനവികമായ ഒരു വികാരം എന്നിൽ രൂപപ്പെടുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അഗാധമായ ഒരു ശിക്ഷ, ഒരു അപകടം നമുക്ക് വരാനിരിക്കുന്നു. ഈ ഇരിക്കുന്ന നമുക്കും ഈ പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ വരാനിരിക്കുന്നു. ആ അപകടത്തെക്കുറിച്ച് അറിഞ്ഞൊരാളാണ് ഞാൻ എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ അപകടം നിങ്ങളുടെ തലയ്ക്ക് നേരെ വന്നു നിൽക്കുന്നു. എനിക്കറിയാം നിങ്ങളോടത് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന്. പക്ഷെ ഞാനത് പറഞ്ഞില്ല. ആ അപകടത്തിൽ നിങ്ങൾ പെട്ടു. നിങ്ങളുടെ കുടുംബങ്ങളിൽ അധിക പേരും മരിച്ചു, ഭൂമിയിൽ നിന്ന് നാമാവശേഷമായി. അവശേഷിക്കുന്ന നിങ്ങൾ എന്നോട് ചോദിക്കും, അല്ലയോ പണ്ഡിത പ്രബോധക, നിങ്ങൾ ഈ വസ്തുത മനസ്സിലാക്കിയിട്ട് ഈ അപകടം മുൻകൂട്ടി അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തന്നില്ല? നിങ്ങൾ ദുഷ്ടനാണ് എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറയും. പറയില്ലേ? നിങ്ങൾ എല്ലാവരും പറയും. അപ്പൊ ഒരു വലിയ അപകടം വരാനിരിക്കുന്ന, ഒരു വലിയ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, അത്യധ്വാനം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു എളിയ ഇസ്ലാമിക പ്രബോധകനാണ് ഞാൻ. എന്റെ പ്രിയങ്കരരായ സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ തമ്പുരാൻ. മരണത്തെക്കുറിച്ച് മതം പേടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, മരണമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ എന്തിന്റെ ഭാഗമാണ്? ആർത്തുല്ലസിച്ച്, അട്ടഹസിച്ച്, തോന്നിയാസം നടത്തി, അധർമ്മങ്ങൾ
പങ്കാളിയായി ജീവിക്കുമ്പോൾ ഇതാ നിനക്കൊരു മരണമുണ്ട്. മരണത്തിന് ശേഷം നീ ദൈവസന്നിധിയിലെത്തും. ആ ദൈവസന്നിധിയിൽ നിന്റെ ജീവിതത്തെക്കുറിച്ച് വിചാരണ ചെയ്യും. അങ്ങനെ ഒരു സദസ്സുണ്ട്. മതത്തിന്റെ എല്ലാ മതങ്ങളുടെയും കാതലായ വശം അതാണ്. സ്വർഗ നരകങ്ങളെ കുറിച്ച് ഒരു പരാമർശമുണ്ട്. മതവിശ്വാസം അവിടെയാണ്. മരണത്തിന് ശേഷം സ്വർഗമുണ്ടെന്നും മരണത്തിന് ശേഷം നരകമുണ്ടെന്നും വിശ്വസിക്കാത്ത ഒരു പ്രബല മതവും ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടില്ല. ഒരു മതവും. ഇത് നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതരോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, അങ്ങനെ എക്സെട്ര ധാരാളം. ശ്രുതികളും സ്മൃതികളും രണ്ടായി തിരിച്ചു. അപ്പൊ ഈ വേദസംഹിതകൾ, ഉപനിഷത്തുകൾ, ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ലോകത്താണ് ഹൈന്ദവനും മുസ്ലിമും എല്ലാം ജീവിക്കുന്നത്. ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കുന്നു. ഇവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന കുറെ മുസ്ലിങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനാണ് ലോകത്തിന്റെ മോചന ഗ്രന്ഥം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മാനവരാശിക്ക് ദൈവം നൽകിയ ദൈവപ്രോക്ത ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ വേദഗ്രന്ഥം പഠിക്കാത്തവരാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും. ഇതെനിക്ക് പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. പ്രവാചക അധ്യാപനമല്ല, സൂഫിയുടെ അധ്യാപനമാണ് ബഹുമാന്യനായ സ്വാമിജി. പ്രവാചകന്റെ അധ്യാപനമല്ല ഞാൻ പറയുന്നത്, സൂഫിയുടെ അധ്യാപനമാണ് എന്ന് പറയാനുള്ള കാരണം പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ ഇല്ലേ എന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ്. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സൂഫി പറഞ്ഞതൊന്നും പ്രവാചകൻ പറഞ്ഞതല്ല. സൂഫി പറഞ്ഞതൊക്കെ വേറെയാണ്. പ്രവാചകൻ പറഞ്ഞത് വേറെയാണ്, സൂഫി പറഞ്ഞത് വേറെയാണ്. ഞാനിത് പറയുന്നത് അതുകൊണ്ടാണ് സ്വാമിജി സൂക്ഷ്മത പുലർത്തിയത്. അതൊരറിവാണ്, അപാരമായ ഒരറിവാണ്. അറിവില്ലാത്തതിനെ അവരുമായി ചേർത്ത് പറയാതിരിക്കുക എന്നത് അറിവിന്റെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണ്. സ്വാമിജിയെ ഞാൻ ആദരിക്കുന്നു ആ വിഷയത്തിൽ. അപ്പൊ പ്രവാചകന്റെ വചനവും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും അനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടവനാണ് ആര്? യഥാർത്ഥത്തിൽ ആര്? ഒരു മുസ്ലിമായ മനുഷ്യൻ. ഇവിടെ ജീവിക്കുന്ന ഹൈന്ദവരോട് വളരെ ഹൃദയത്തെ തട്ടിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, സ്നേഹത്തോടെ ചോദിക്കുന്നു, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച മതമാണോ നാം ഇവിടെ ആചരിക്കുന്നത്? വേദം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ദൈവവിശ്വാസമാണോ ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുവർത്തിക്കുന്നത്? ഫാദർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ബഹുമാന്യനായ. ബൈബിൾ ഇപ്പോ ഒറിജിനൽ നമ്മുടെ കൈകളിലുള്ള ബൈബിൾ, അത് പറഞ്ഞ പ്രകാരമുള്ള ദൈവവിശ്വാസമാണോ ക്രൈസ്തവ ലോകം ആചരിക്കുന്നത്, മുസ്ലിങ്ങൾ ആചരിക്കുന്നത്? നിങ്ങൾ ശരിക്ക് പഠിച്ചാൽ ഞെട്ടലോടുകൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ല എന്ന വസ്തുത. വളരെയേറെ ഗുരുതരമായ ഒരു രോഗം ബാധിച്ച ഒരു രോഗിക്ക് അറിയപ്പെട്ട ഒരു ഡോക്ടർ മരുന്ന് എഴുതി, കൃത്യമായി രോഗം പഠിച്ച് നിർണയിച്ച് എല്ലാ രോഗത്തിന്റെ കാരണങ്ങളും പഠിച്ച് കൃത്യമായ തെളിവെടുത്തിട്ട് മരുന്ന് എഴുതി. പ്രിയപ്പെട്ടവരെ, ആ രോഗിയെ ഡോക്ടർ 5 മാസം കഴിഞ്ഞ് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത, ഡോക്ടർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ രോഗത്തിന് മരുന്നല്ല അയാൾ കുടിക്കുന്നത്. രോഗം അധികരിപ്പിക്കുകയും നശിച്ചു പോവുകയും ചെയ്യുന്ന മറ്റൊരു മരുന്നാകുന്നു രോഗി കുടിക്കുന്നത് എന്നറിയുമ്പോൾ ഡോക്ടർക്ക് എത്രമാത്രം ദുഃഖമുണ്ടാവും. പരീക്ഷാ കൺട്രോളർ അവരുടെ നിയന്ത്രണത്തിൽ പരീക്ഷ പേപ്പർ തയ്യാറാക്കി. SLC പരീക്ഷ വരികയാണ്. ഏത് കുട്ടിയും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനൻ, ബൗദ്ധൻ, സിഖ്, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, SSLC പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു കുട്ടിയും മാത്തമെറ്റിക്സിന്റെ തിയറി അനുസരിച്ച്, അതിന്റെ നിയമം അനുസരിച്ച് അതിൽ വന്നിട്ടുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്താലേ വിജയിക്കുള്ളൂ. അവൻ മറ്റെന്തെങ്കിലും ഭംഗിയായി എഴുതി എന്ന് വിചാരിക്കുക, വരാത്ത 10 ക്വസ്റ്റ്യന് വളരെ ഗംഭീരമായി അവൻ ആൻസർ എഴുതിയാലും ആ പരീക്ഷയിൽ അവൻ ജയിക്കാൻ പോകുന്നില്ല. ഇത് പ്രകൃതിയിലെ ഒരു വസ്തുതയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഓഫീസിന്റെ നിയമം അനുസരിച്ച് ജോലി ചെയ്താലേ ശമ്പളമുള്ളൂ, അംഗീകാരമുള്ളൂ. മറ്റൊരു സ്ഥലത്ത് പോയി വേറൊരാളുടെ ഇഷ്ടത്തിനൊത്ത് ജോലി ചെയ്താൽ കൂലി ഇവിടെ വന്ന് വാങ്ങുക എന്നത് മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പണി ഏൽപ്പിച്ചിട്ടുള്ള ഒരു തച്ചുശാസ്ത്രം അറിയാവുന്ന ഒരു പെരുന്തച്ഛൻ എന്ന് നിങ്ങൾ കരുതിക്കോളൂ, അയാൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി പണിയെടുത്ത് കൂലി വാങ്ങാൻ ഇവിടെ വന്നാൽ നിങ്ങൾ കൂലി കൊടുക്കുമോ? നമ്മൾ വൈകാരികതകൾക്കപ്പുറത്ത് ജീവിതത്തെക്കുറിച്ച് ശരിക്കും ആലോചിക്കുമ്പോൾ ദൈവം പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ള, ദൈവം പഠിപ്പിച്ചതനുസരിച്ച് പൂരിപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണോ എന്റേതും നിങ്ങളേതും? അല്ല എങ്കിൽ ഷുവർ, നമ്മൾ എത്ര നിഷേധിച്ചാലും, നമ്മൾ എത്ര ലാഘവബുദ്ധിയോടുകൂടി കണ്ടാലും, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചല്ല നമ്മൾ ജീവിച്ചതെങ്കിൽ ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. മരണം
ആർക്കും നിഷേധിക്കാനാവാത്ത മരണം, ആരുടെ ഭവനങ്ങളിലും കടന്നു വരുന്ന മരണം, ജാതി മതഭേദമന്യേ മനുഷ്യനെ പിടികൂടുന്ന മരണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിക്കാറുണ്ട്, മരണം കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ എന്താ? പല ആളുകളും മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെന്ന് പറയും. അവർക്ക് വാദിക്കാൻ അവകാശമുണ്ട്, അവർക്ക് വാദിക്കാം. പക്ഷെ അത് ഏതുപോലെ എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. അത് ഏതുപോലെയാണ്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വളരുന്നു. ഏതൊരു മാതാവിന്റെയും, ശ്രീമതി ടീച്ചറുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വളരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. 8 മാസം പ്രായമായി, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ കുട്ടി ഭൂമി ലോകത്തേക്ക് വരും. 8 മാസം ഗർഭപാത്രത്തിൽ പ്രായമായ ഒരു കുട്ടിയോട് ഭൂമി ലോകത്ത് ജീവിച്ച് തഴക്കവും പഴക്കവുമുള്ള 50 വയസ്സുള്ള മാധവേട്ടൻ, ഇതൊരു സങ്കല്പമാണ്, നിങ്ങൾ കേൾക്കണം. ഈ കുഞ്ഞിൻ പിന്നെ ഇരിക്കുന്ന ഗർഭപാത്രത്തിൽ ചെന്നിട്ട് പറയുന്നു, മോനെ, ഒരാൺകുട്ടിയാണ് ജനിക്കാൻ പോകുന്നത്, മോനെ, ഈ പൊക്കിൾക്കൊടിക്കപ്പുറത്ത് മാതാവിന്റെ ഉദരത്തിനും ആന്നയോ കൊറിയോൺ പാടയുടെ ഈ 3 ഇരുട്ടറുകൾക്കുള്ളിൽ അനന്തവിസ്തൃതമായ ആകാശം എന്ന ഒരു ലോകം, ഭൂമി എന്ന ഒരു ലോകം, സാഗരങ്ങൾ, കാട്ടാറുകൾ, കാനനങ്ങൾ, ആർത്തിരമ്പുന്ന തിരമാലകൾ, അതുപോലെ ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെയുള്ള വലിയൊരു ജീവവർഗമുള്ള വിശാലമായ ഒരു ലോകത്തിലേക്കാണ് 1 മാസവും കൂടെ പിന്നിട്ടാൽ മോനെ നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു പോകുന്നത് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾ ശരിക്കും സങ്കല്പിക്കണം. അങ്ങനെ ഈ കുട്ടി നിഷേധിക്കുന്നു, 8 മാസമായി ഞാൻ മാതാവിന്റെ ഗർഭപാത്രത്തിലാണ്. ഇതിനപ്പുറത്തൊരു ലോകമോ? ഇതിനപ്പുറത്തൊരു ലോകമോ? ഞാൻ 8 മാസമായി ഈ പൊക്കിൾക്കൊടിയിൽ കിടന്ന് തിരിയുന്നു. ആകാശമോ? ഈ ഗർഭപാത്രത്തെക്കാൾ വിശാലമായ ഒരു ലോകമോ? എന്നിട്ട് ആ കുട്ടി ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികളും യുക്തിവാദികളും ചോദിക്കുന്ന ഒരു ചോദ്യം, മരിച്ചുപോയ ആരെങ്കിലും തിരിച്ചു വന്ന് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? എല്ലാ യുക്തിവാദികളും ചോദിക്കുന്ന അവരോട് ഞാൻ ചോദിക്കുന്നു, ഈ ഗർഭപാത്രത്തിലെ കുട്ടി ഭൂമിയും ആകാശവും പർവ്വതവും സാഗരവും സ്കൂളും കോളേജും ഹോസ്പിറ്റലും എല്ലാമുള്ള ഈ ഭൂമിയെ നിഷേധിച്ചാൽ, ആ നിഷേധം കൊണ്ട് മാത്രം ഗർഭപാത്രമല്ലാത്ത ഒരു ലോകത്തേക്ക് കുട്ടി വരാതിരിക്കുമോ? കുട്ടി വരും, നിശ്ചയം. കുട്ടി വന്നിരിക്കും. അവൻ നിഷേധിച്ചാലും ദൂതനെ നിഷേധിച്ചാലും അമ്മയുടെ ഗർഭപാത്രം പിളർന്ന്, അല്ലെ, ആ പൊക്കിൾക്കൊടിയിൽ നിന്ന് തീർച്ചയായും അമ്മ ആ കുഞ്ഞിനെ പുറംലോകത്തേക്ക് തള്ളുക തന്നെ ചെയ്യും. ഷുവർ, യാതൊരു സംശയവുമില്ല. അപ്പൊ നിഷേധിച്ചു എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ലോകമില്ല എന്നല്ല. 8 മാസം ഗർഭപാത്രത്തിൽ കൂടിയ ഒരു കുട്ടി പുതിയൊരു ലോകത്തേക്ക് വന്നു. ഇനി മരണത്തിന് ശേഷം ഒരു ലോകമില്ലെന്ന് പറയാൻ തെളിവില്ല, ഉണ്ട് എന്ന് പറയാൻ മാത്രമേ തെളിവുള്ളൂ. വേദങ്ങൾ മുഴുവനും അത് പറഞ്ഞു. ശ്രീമദ് ഭഗവത്ഗീത, മഹാഭാരതത്തിലെ ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത, അഥവാ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം ഞാൻ തെളിവുകളാണ് പറയുന്നത്. 37-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, അർജുനൻ യുദ്ധം ചെയ്യാതെ പകച്ചു നിന്നു. അർജുനൻ പറഞ്ഞു, ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല. ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ ഇല്ല, അതുകൊണ്ട് ഞാൻ അവരോട് യുദ്ധം ചെയ്യില്ല, അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കുകൾ, ഹതോവാ പ്രാപ്സസി സ്വർഗം ജിതോവാ ബോക്ഷസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അല്ലയോ അർജുന, കുന്തിപുത്ര, നീ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ഹതോവാ പ്രാപ്സസി സ്വർഗം, നിനക്ക് സ്വർഗത്തിൽ പോകാം. കണ്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകാം. അടുത്ത ജന്മത്തിൽ നീ ബ്രാഹ്മണനായി ജനിക്കും, ക്ഷത്രിയനായി ജനിക്കും, ശൂദ്രനായി ജനിക്കും, പന്നിയായും ചണ്ടാലനായും ജനിക്കുമെന്ന് ചാന്തോക്കുവിന് ശുദ്ധ